നാദാപുരത്ത് CPI സ്ഥാനാർത്ഥിക്കെതിരെ പോസ്റ്ററുകൾ. പി വസന്തത്തിനെതിരെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ആകാശത്തു നിന്നും കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കില്ല എന്നാണ് LDFിന്റെ പേരിലുള്ള ഈ പോസ്റ്ററുകളിലെ വാചകം. CK വിജയൻ വിവരങ്ങളുമായിട്ട്. CK, പി വസന്തം അവിടെ അത്യാവശ്യം ജനപ്രീതിയൊക്കെ ഉള്ള ആളാണ്, അല്ലെങ്കിൽ വളരെ സജീവമായിട്ടുള്ള ആളാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. CPIക്ക് അപ്പുറത്തേക്കൊരു ജനപിന്തുണയ്ക്ക് ഒരുപക്ഷെ അവർക്ക് ആർജിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് കേട്ടറിവുകളാണ്. ഇപ്പോൾ ഇത് എന്ത് പേരിലാണ് പോസ്റ്ററുകൾ? ആരാണ് ഇതിന് പിന്നിലെന്ന്? പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഇത്തരത്തിൽ പ്രതിഷേധത്തിന് പിറകിലുള്ളത്. ഒന്ന്, ഈ മണ്ഡലത്തിൽ സുപരിചിത അല്ലാത്ത ഒരാൾ, പി വസന്തം അത്ര പരിചിതയായ ആളല്ല, അതുകൊണ്ട് അവരെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്നാണ് വിമർശനം, അല്ലെങ്കിൽ എതിർപ്പിൻ്റെ ഒരു കാരണം അതാണ്. അവരുടെ ഭാഷയിൽ, പോസ്റ്ററിലെ അതേ ഭാഷയിൽ പറഞ്ഞാൽ നൂലിൽ കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് LDFിൻ്റെ പേരിലാണ് നാദാപുരം മണ്ഡലത്തിൻ്റെ ചില ഭാഗങ്ങളിലായി ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. രണ്ടാമത്തെ വിമർശനം എന്ന് പറയുന്നത് അവർ ആ മണ്ഡലത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിക്ക് ജയസാധ്യത കുറവാണ് എന്നതാണ്. പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റി ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പൊതുവിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വനിതാ സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യത കുറവാണ് എന്നതാണ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ LDFിൻ്റെ അകത്ത് CPMനും വിയോജിപ്പുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ജയസാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം, അല്ലെങ്കിൽ ഒരേ ഒരു മാനദണ്ഡം. ആ മാനദണ്ഡം പരിശോധിച്ച് നോക്കുമ്പോൾ പി വസന്തത്തിന് ജയസാധ്യത പൊതുവിൽ മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ കുറവാണ്. അതുകൊണ്ട് ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അവിടെ നിന്ന് മാറ്റി മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു നിർദ്ദേശം അവർ പാർട്ടിക്കകത്ത്, അതായത് CPIയുടെ മുതിർന്ന നേതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം ഈ സത്യൻ മൊകേരിയുടെ ഭാര്യയാണ് പി വസന്തം. അവർ CPIയുടെ മഹിളാ സംഘടന, അതായത് കേരള മഹിളാ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പോൾ അത്തരത്തിൽ ഈ പി നേരത്തെ 3 തവണ അവിടെ MLA ആയ അയാളുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുന്നത് ശരിയല്ല എന്നൊരു ഒരു തർക്കം കൂടി, ഒരു വാദം കൂടി അവിടെ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സത്യൻ മൊകേരി 3 തവണ MLA ആയ സ്ഥലത്ത് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ MLA ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊരു ചർച്ചയും ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട്. പക്ഷേ അവർ കുറേ കൂടി പൊതുപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യമുള്ളവരും സത്യൻ മൊകേരിയുടെ ഭാര്യ എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ചില രാഷ്ട്രീയമായ ഐഡന്റിറ്റി ഉള്ളതായും എല്ലാവർക്കും അറിയാം. എങ്കിൽ കൂടിയും ചർച്ചകൾ സത്യൻ മൊകേരിയുടെ ഭാര്യ എന്ന രീതിയിലേക്ക് കൂടി കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പി വസന്തത്തിനെതിരെ നാദാപുരം മണ്ഡലത്തിൽ എതിർപ്പുകൾ ഉയർന്നു വരുന്നത്. ശരി, എന്തായാലും പാർട്ടി തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്.